ഇറാനുമായി സത്യത്തിൽ യുദ്ധത്തിലുണ്ടായിരുന്നത് ഇസ്രായേലാണ്. സഹായിക്കാനെത്തിയ അമേരിക്ക അവസാന യുദ്ധം ഏറ്റെടുക്കുകയായിരുന്നു. ഇസ്രായേലിനോട് ആലോചിക്കുക പോലും ചെയ്യാതെ യുദ്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ജനരോക്ഷം ശക്തമായിരിക്കുകയാണ്. നെതന്യാഹുവിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വൻ പ്രക്ഷോഭമാണ് ഇസ്രായേലിൽ നടക്കുന്നത്. നിലവിൽ ഇറാൻ സംഘർഷത്തിൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിൽ കുടുങ്ങിയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ചൊല്ലി ഇസ്രായേലിനുള്ളിൽ വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് പ്രധാനമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തമാണിതെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട്. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന നിർണായക തീരുമാനങ്ങൾ എടുത്ത ചർച്ചകളിൽ പോലും ഇസ്രായേൽ ഉണ്ടായിരുന്നില്ലെന്ന് ലാപിഡ് വിമർശിച്ചു. വെറും കടലാസ് പ്രധാനമന്ത്രിയായി മാത്രം ബെഞ്ചമിൻ നെതന്യാഹു മാറിയെന്നും രാജിവെക്കണമെന്നും ആവശ്യമുയർന്നു കഴിഞ്ഞു. രാജ്യത്തിന്റെ സൈന്യം അവർക്ക് നൽകിയ എല്ലാ ദൗത്യങ്ങളും കൃത്യമായി പൂർത്തിയാക്കിയെന്നും പൊതുജനങ്ങൾ മികച്ച പ്രതിരോധം കാഴ്ചവെച്ചുവെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ തന്ത്രപരമായും നയതന്ത്രപരമായും നെതന്യാഹു പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും ലാപിഡ് കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ അഹങ്കാരവും അശ്രദ്ധയും തന്ത്രപരമായ ആസൂത്രണമില്ലായ്മയും കാരണം രാജ്യത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ വർഷങ്ങൾ വേണ്ടി വരുമെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അമേരിക്ക ഇറാനുമായുള്ള സംഘർഷം 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചതിനെ മറ്റു മാർഗങ്ങളില്ലാതെ ഇസ്രായേൽ പിന്തുണയ്ക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാന ചർച്ചകൾക്ക് അവസരമൊരുക്കുന്നതിനും വേണ്ടിയാണ് അമേരിക്ക ഇത്തരമൊരു നീക്കം നടത്തിയത്. ഇറാൻ ഉടൻ തന്നെ ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്നും അയൽ രാജ്യങ്ങൾക്കും ഇസ്രായേലിനും എതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നുമുള്ള കർശന വ്യവസ്ഥകളോടെയാണ് ഇസ്രായേൽ ഈ വെടിനിർത്തലിനെ അനുകൂലിക്കുന്നത് എന്ന് പ്രധാനമന്ത്രിയെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട്. എന്നാൽ ഈ വെടിനിർത്തൽ ഉടമ്പടിയിൽ ലെബനൻ ഉൾപ്പെടുന്നില്ലെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. അതേസമയം മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് ലെബനനിലെ ആക്രമണങ്ങളും ഇതോടൊപ്പം അവസാനിപ്പിക്കുമെന്ന് അവകാശപ്പെട്ടതും ആശയക്കുഴപ്പം ഇരട്ടിയാക്കിയിട്ടുണ്ട്. അതേസമയം അമേരിക്ക ഇസ്രായേൽ സഖ്യകക്ഷികളുടെ ഇറാൻ അധിനിവേശത്തിന് കൃത്യം 1 മാസം പൂർത്തിയായതിന് പിന്നാലെ ഇറാനെ തോൽപ്പിക്കുവാനോ മുട്ടുകുത്തിക്കുവാനോ ഇസ്രായേലിന് സാധിച്ചിരുന്നില്ല. ഇറാന്റെ 1/4 വലിപ്പം മാത്രമാണ് ഇസ്രായേലിനുള്ളത്. അമേരിക്ക എന്ന ആഗോള പോലീസിന്റെ പിന്തുണയാണ് ഇസ്രായേലിന്റെ ശക്തി. എന്നാൽ യുദ്ധം 1-ാം മാസം പൂർത്തിയാകുമ്പോൾ ഇസ്രായേലിന് നൽകുന്ന പതിവ് പിന്തുണകൾ അമേരിക്കയിൽ നിന്നുണ്ടാകുന്നില്ല. ഹോർമുസ് കടലിടുക്കിലൂടെ ചില അമേരിക്കൻ കപ്പലുകൾ കടത്തിവിട്ടതോടെ ട്രംപ് പൂർണ്ണമായും ഇറാനുമായി സഖ്യമാകാമെന്ന ചിന്തയിലാണ് നിൽക്കുന്നത്. ഇതോടെയാണ് ഇസ്രായേൽ സൈനികരും പിന്മാറാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് സൈനിക മേധാവിയുടെ മുന്നറിയിപ്പും ഇതിന് പിന്നാലെ വന്നിരുന്നു. ഇത് ഇസ്രായേൽ സൈന്യത്തിന്റെ ദുർബലതയാണ് വിളിച്ചോതുന്നത്. സൈന്യം സ്വയം തകർന്നു വീഴുന്ന അവസ്ഥയിലാണെന്നും ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതീവ രഹസ്യ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗത്തിലാണ് 10 പ്രധാന റെഡ് ഫ്ലാഗ്സ് മുന്നറിയിപ്പുകൾ അദ്ദേഹം സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലെ സൈനിക ക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ യുദ്ധക്കളത്തിൽ ഇസ്രായേലിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും പിന്മാറാൻ തയ്യാറാകാതിരുന്ന ഇസ്രായേൽ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങിയതോടെയാണ് പ്രധാനമന്ത്രിയെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമായത്.